വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിലെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ മാസം തുടക്കത്തിൽ ചില നക്ഷത്രങ്ങൾക്ക് നല്ല രീതിയിലുള്ള യോഗങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. 27 നക്ഷത്രങ്ങളും പ്രധാന നക്ഷത്രങ്ങളാണ്. പക്ഷേ ചില നക്ഷത്രങ്ങൾക്ക് ജനന സമയവും ജന്മരാശിയും ഒക്കെ വെച്ച് അവരുടെ നാളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളിലും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളാണ്. അതിൽ ചില നക്ഷത്രങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളും അതുപോലെ സുഖഭോഗങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ 2026 ഏപ്രിൽ മാസം തുടക്കത്തിൽ ഏത് നക്ഷത്രത്തിനാണ് കുബേരയോഗമെന്നും ഭാഗ്യമെന്നും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് അലങ്കാര നക്ഷത്രമായ അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ്. അനിഴം നക്ഷത്രം ഒരു നല്ല നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ അലങ്കാര ഗോകുലം പോലെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് ഈ 2026 ഏപ്രിൽ മുതൽ ഔദ്യോഗിക മേഖലകളിൽ സ്ഥാനക്കയറ്റത്തിനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. ദൂരദേശവാസത്തിന് യോഗം കാണുന്നു. വസ്തുതർക്കം പരിഹരിക്കുന്നതിനും അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാനും അനിഴ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ നല്ല യോഗമാണുള്ളത്. അതുപോലെ തന്നെ വിദഗ്ധ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കാര്യങ്ങളും ക്രമാനുഗതമായ പുരോഗതിക്കും സാമ്പത്തിക നേട്ടത്തിനും സാധ്യത ഉണ്ടാക്കുന്നു. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും. മുടങ്ങിക്കിടന്നവ വീണ്ടും തുടങ്ങാൻ പറ്റും. വാഹനങ്ങൾ വാങ്ങുവാൻ ഇരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അനിഴം നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചിരുന്ന പോലെ ഇഷ്ടവിവാഹം നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വിവാഹത്തോടു കൂടി തന്നെ ചില അനിഴം നക്ഷത്രക്കാർ പുരുഷനായാലും സ്ത്രീയായാലും ചെല്ലുന്ന കുടുംബത്ത് അവർക്ക് അനുഗ്രഹങ്ങൾ ധാരാളം വാരിക്കോരി കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക പുരോഗതി ഈ വിവാഹത്തിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തുടക്കം കുറിച്ചവരൊക്കെ ഉണ്ട്. അവർക്കിടയ്ക്ക് നിന്നു പോയത് വീണ്ടും തുടങ്ങി വെക്കാനുള്ള സമയമെന്ന് നേരത്തെ പറഞ്ഞു. അത് ഒരു പരീക്ഷണ അടിസ്ഥാനമല്ല, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ നക്ഷത്രക്കാര് ഉദ്ദേശിക്കുന്നതിനപ്പുറം ഉയർച്ചയിലെത്തുന്ന ഒരു നക്ഷത്രമാണ്. നഷ്ടപ്പെട്ട ജോലിക്ക് പകരം മറ്റൊരു ജോലിക്ക് അവസരം വന്നു ചേരുന്ന സമയമാണ്. ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് വന്നവർക്കും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനിരിക്കുന്നവർക്കും നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കാർഷിക മേഖലയിൽ പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ ഇരിക്കുന്നവർക്കും കാർഷിക വൃത്തിയുമായി ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ മറ്റു വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ തുടങ്ങിയ വലിയ വ്യവസായങ്ങൾ നടത്തുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ്. ഉയർച്ചയും സാമ്പത്തിക നേട്ടവും കച്ചവട പുരോഗതിയും ഒക്കെ ഉണ്ട്. മക്കൾക്ക് ഉയർന്ന പദവിയോടുകൂടി ഉദ്യോഗം ലഭിക്കുവാനും അതുപോലെ തന്നെ ഈ മാസത്തിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി തുടങ്ങണം. ദേവീ പ്രീണനമൊക്കെ നടത്തിയാൽ നല്ല പൂജയും കാര്യങ്ങളും രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തി രക്തപുഷ്പാഞ്ജലി കൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ശ്രീരാമക്ഷേത്രങ്ങൾ, ഗണപതി ക്ഷേത്രങ്ങളൊക്കെ പോകണം എന്നാണ് യോഗം കാണിക്കുന്നത്. തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്ക് അത് ഗുണകരമാക്കുകയും ചെയ്യും. അനായാസേന ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രയത്നം വേണ്ടി വരും. അത് അനിഴം നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കർമ്മമണ്ഡലങ്ങളിൽ കൂടുതൽ യാത്രകളും ചർച്ചകളും വേണ്ടി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. കൂട്ടുകെട്ടുകൾ മുഖേന ഉണ്ടാകുന്ന വലിയ ഉന്നതി, അതുപോലെ ചില സുഹൃത്ത് ബന്ധങ്ങൾ, ദൂരെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ വഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ, ചില അപൂർവമായ സുഹൃത്ത് ബന്ധങ്ങൾ വഴി ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. കുബേര യോഗമുണ്ട്, ലോട്ടറി ഭാഗ്യമുണ്ട്. ലോട്ടറിയൊക്കെ എടുത്തോളൂ, വല്ലപ്പോഴും ഒക്കെ എടുക്കുക, നല്ലതാണ്. അപ്രതീക്ഷിതമായ കുബേരൻ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന ഒരു സമയമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും 2026 ഏപ്രിൽ തുടക്കത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നല്ല അവസരങ്ങളാണ്. ആ അവസരങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുക. അത് നിങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. അതുപോലെ പഠനം, ഉപരിപഠനം, ചില ജോലികൾക്ക് ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർ, ചില PSC ടെസ്റ്റുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ജോലിക്കായി കാത്തിരിക്കുന്നവർ, സ്വകാര്യ മേഖലയിൽ ജോലിക്കായി കാത്തിരിക്കുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നഴ്സുമാരായി പോകാൻ കാത്തിരിക്കുന്നവർ, ഇവർക്കൊക്കെ നല്ലൊരു അവസരമാണ്. അതുപോലെ നാട്ടിൽ ചില ജോലികൾ ചെയ്തിരുന്നവർക്ക് അവിടെ നിന്ന് മെച്ചമായ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും വിദേശ കമ്പനികൾ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് പുരോഗതി ഉണ്ടാവുകയും വീണ്ടും ഉയർച്ചയിലേക്ക് പോയി മേൽത്തട്ടിലേക്കുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയമൊക്കെ ആഗതമായിരിക്കുന്നു. ഒന്നും നടക്കില്ല, എല്ലാം പ്രശ്നമാണ്, ആകെ മന്ദതയാണ്, അനിഴം നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അനിഴം നക്ഷത്രക്കാർ അലസന്മാരായി നടക്കാതെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുന്നോട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളുടെ ജീവിതം ഉന്നതമായ നിലയിലെത്തും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതോ അവിടേക്ക് കയ്യെത്താൻ വേണ്ടി നമ്മൾ തന്നെ പ്രയത്നിക്കണം. ആരും നമുക്കൊന്നും കൊണ്ടുവരില്ല. അതുകൊണ്ട് അനിഴം നക്ഷത്രക്കാരുടെ ഒരു സാധാരണയുള്ള ഉദാസീനത, അലസത, പക്ഷെ അലസത ഇല്ലാത്ത ചില അനിഴം നക്ഷത്രക്കാർ അഘോരാത്രം ഇങ്ങനെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നല്ലൊരു ജീവിതം വന്നു ചേരുന്നതുമാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരി എന്നിവരുമായി നല്ല രീതിയിലുള്ള ബന്ധമാണുള്ളത്. കുടുംബ സ്വത്തുക്കൾ ലഭിക്കും. അതുപോലെ അമ്മാവന്മാരുമായി ഉണ്ടായിരുന്ന പിണക്കമൊക്കെ തീർന്ന് നല്ല സ്വരുമിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ ആഗ്രഹിച്ച പെൺകുട്ടിയെ വിവാഹം അടിക്കാൻ പറ്റിയ സമയമാണ്. മക്കളുമായിട്ടൊക്കെ ദൂരയാത്ര, അതുപോലെ ഭാര്യയും മക്കളും
ചേർന്നുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ദേവിയെ സ്തുതിക്കുക, അതുപോലെ ഗണപതിക്ക് പൂജ നടത്തുക, ശ്രീരാമ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഇതൊക്കെ അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ്. കുബേര ക്ഷേത്രങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതരം ചില പൂജകളൊക്കെ ഉണ്ട്. ആ പൂജകളൊക്കെ ചെയ്യുക. അത് അവിടെ ചെല്ലുമ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഓരോ പൂജാ വിധികളുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട അനിഴ നക്ഷത്രത്തിന് ഏറ്റവും ഉയർച്ചയുള്ള ഒരു നക്ഷത്രമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. 2026 കുബേരതുല്യമായ ജീവിതത്തിലേക്ക് പോകും. എങ്ങനെയെങ്കിലുമൊക്കെ സ്വത്ത് വന്നു ചേരും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുബേരൻ വന്നു കയറും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അനിഴ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കുത്തിയിരിക്കരുത്. കുത്തിയിരുന്നാൽ കുത്തിരുന്ന് പോകും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കാലുകൾ എപ്പോഴും മുന്നോട്ട് വെച്ച് നടക്കുക, കൈകൾ വീശി മുന്നോട്ട് പോകുക. നിങ്ങൾ നേരെ നോക്കി നടക്കുക, പിന്നോട്ട് നോക്കി നടക്കാതിരിക്കുക. നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളെ തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളും ഒക്കെ പലരുമായി പങ്കുവെക്കുക. എല്ലാത്തിനും നിങ്ങൾക്ക് യോഗമുണ്ട്. ഏപ്രിൽ മാസം നിങ്ങളുടേതാണ്, അനിഴ നക്ഷത്രത്തിൻ്റെതാണ്. അനിഴ നക്ഷത്രത്തിൽ ചേർന്ന നല്ല യോഗങ്ങൾ വരാനിരിക്കുന്നു. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ സമാനമായ സമയമാണ്. അലങ്കാര നക്ഷത്രമായ അനിഴം ഒരു എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ ചെന്നാലും നല്ലൊരു ഇരിപ്പിടം ലഭിക്കുന്ന നക്ഷത്രമാണ്. സംസാരപ്രിയരാണ്, അതുപോലെ തന്നെ കലാ നിപുണന്മാരാണ്. കലയിൽ ഏറ്റവും നല്ല മേഖലകളിൽ, സിനിമ, സീരിയൽ മേഖലകളിൽ ശോഭിക്കുന്നവരാണ്. അനിഴ നക്ഷത്രത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്രകളാണ്. ദൂരദേശത്ത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറെക്കാലവും ദൂര യാത്രകളും വിദേശവാസവും ഒക്കെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ അനിഴ നക്ഷത്രക്കാരുടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. അത് ഓരോ നക്ഷത്രങ്ങളുടെ രാശി, ജനന സമയം, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചക്രം, ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഗണിച്ചു പറയുവാൻ കഴിയുക. ഇത് പൊതുവായി പറഞ്ഞതാണ്, എങ്കിലും അനിഴ നക്ഷത്രക്കാർ ദുഃഖിക്കേണ്ട കാര്യമില്ല. ജീവിതം മാറുന്നു. 2026 അവസാനത്തോടുകൂടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലേക്ക്, അത് രാഷ്ട്രീയമായാലും മറ്റു മേഖലകളായാലും, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അച്ചട്ടായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞല്ലേ, അതുപോലെ അവർക്ക് ഉപരിപഠനത്തിനുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന സമയമാണ്. ഉപരിപഠനത്തിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം. പക്ഷേ ക്ഷേത്രങ്ങളിലെ ചില പൂജാവിധികൾ, പ്രത്യേകിച്ച് അനിഴ നക്ഷത്രത്തിന് അനുയോജ്യമായ ചില പൂജാവിധികളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി വേണം അവിടെ ചെന്ന് സംസാരിച്ച് ചെയ്യുവാൻ. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം, കുബേരന്റെ അനുഗ്രഹം അടുത്ത് വന്നിരിക്കുന്ന സമയമാണ്. അത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടിയും മടിച്ചിരിക്കാതെ നല്ല പ്രവൃത്തികൾ കൂടിയും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുക. മടി പിടിക്കേണ്ട കാര്യമില്ല. 2026 ഏപ്രിൽ മാസത്തോടു കൂടി അനിഴ നക്ഷത്രക്കാര് നല്ലൊരു നിലയിലേക്ക് പോകുന്നതിന്റെ സൂചനകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോഴും പ്രത്യേകം നീരാഞ്ജനമൊക്കെ നടത്താൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്നത്, എന്തിനെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ജ്യോതിഷ പങ്ക്തിയുമായി ബന്ധപ്പെട്ടോ ആളുകൾ നോക്കുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.